കേരളത്തിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം നാട്ടിൽ പച്ച പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും കൃത്യമായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ണ് തുറന്ന് കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു കടുത്ത യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിലെ മാറുന്ന ബിസിനസ് സാഹചര്യങ്ങളെക്കുറിച്ചിട്ടും യുവ സംരംഭകർ നേരിടുന്ന കനത്ത സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഏറ്റവും ആഴത്തിലുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള കപടമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ബിസിനസ് അനുകൂല അന്തരീക്ഷത്തിന് പിന്നിൽ സംരംഭകരെ ബോധപൂർവ്വം ചതിക്കുഴിയിലേക്ക് തള്ളിവിടുന്ന ചില മാക്രോ എക്കണോമിക് ഘടകങ്ങളുണ്ട്. ഇന്ന് നമ്മളതൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഗൾഫ് പണത്തിൻ്റെ അമിതമായിട്ടുള്ള ഒഴുക്കും കേരളത്തിലെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഉണ്ടായ ആർട്ടിഫിഷ്യൽ ക്യാപിറ്റൽ ഇൻഫ്ലേഷനും സാധാരണക്കാരായിട്ടുള്ള സംരംഭകരുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ പൂർണ്ണമായിട്ടും ചോർത്തിക്കളയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇതോടൊപ്പം നമ്മൾ വിചാരിക്കാത്ത ചില കടുത്ത ഓപ്പറേഷണൽ റിയാലിറ്റികളും ബാങ്കിങ് മേഖലയിലെ ചതിക്കുഴികളും ഇന്ന് അക്കമിട്ട് നിരത്തേണ്ടി വരും. നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് ഗവൺമെൻറ് സബ്സിഡികളുടെയും സ്റ്റാർട്ടപ്പ് ഗ്രാൻറ്റുകളുടെയും വമ്പൻ പരസ്യങ്ങൾ, മറുവശത്ത് ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചുവപ്പ് നാടകളും വാടക കരാർ ചതികളും പ്രാദേശിക രാഷ്ട്രീയക്കാരൻ്റെ ഭീഷണികളും ഒരു വശത്ത്. ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള വലിയ അന്തരമാണ് ഇന്ന് കേരളത്തിലെ ഓരോ യുവ സംരംഭകൻ്റെ സ്വപ്നങ്ങൾ തകർക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു സംരംഭകന് രണ്ട് തരം ചെലവുകളാണ് ഉള്ളത്. ഒന്ന് ക്യാപെക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ തുടക്കത്തിൽ വരുന്ന സ്ഥിര നിക്ഷേപം. രണ്ട് ഒപെക്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ അഥവാ ബിസിനസ് ദിവസേന നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവ്. കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുന്ന നിമിഷം തന്നെ അയാളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പകുതിയിലധികം തുക വിഴുങ്ങി തീർക്കുന്നത് കെട്ടിട ഉടമസ്ഥരാണ് അല്ലെങ്കിൽ സ്ഥല ഉടമകളാണ്. അതിനവർ ഉപയോഗിക്കുന്ന ആയുധമാണ് വമ്പൻ വാടക അഡ്വാൻസുകൾ. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ടൗണിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് മുറി വാടകയ്ക്ക് എടുക്കണമെങ്കിൽ പോലും മാസം 40,000 മുതൽ 60,000 രൂപ വരെ വാടക കൊടുക്കേണ്ടി വരും. കെട്ടിട ഉടമകൾ ആവശ്യപ്പെടുന്നത് 10 മാസം മുതൽ 12 മാസം വരെയുള്ള വാടക അഡ്വാൻസ് ആണ്. അതായത് ബിസിനസ് ആരംഭിച്ച് 1 രൂപ പോലും വരുമാനം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം 4-5 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ വരെയൊക്കെ അഡ്വാൻസ് ആയിട്ട് കെട്ടിട ഉടമയ്ക്ക് കയ്യിലേക്ക് കൊടുക്കണം. ഈ പണം അവിടെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ലോക്കാവുകയാണ്. ഇതിന് യാതൊരുവിധ പലിശയും സംരംഭകന് കിട്ടുന്നില്ല. ഇതിന് കൃത്യമായിട്ടുള്ള രേഖയില്ല, തിരിച്ചു കിട്ടുക എന്നുള്ള ഉറപ്പ് പോലുമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു യുവാവ് 20 ലക്ഷം രൂപയുടെ ആകെ ബഡ്ജറ്റിൽ ബിസിനസ് തുടങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് 30% വാടക അഡ്വാൻസിനായിട്ട് മാത്രം കൊടുക്കേണ്ടി വരും. ബാക്കി വരുന്ന തുക കൊണ്ടാണ് അയാൾ ഇന്റീരിയർ ചെയ്യേണ്ടതും മെഷീനുകൾ വാങ്ങേണ്ടതും ലൈസൻസുകൾ എടുക്കേണ്ടതും ഒക്കെ. ഫലമോ ബിസിനസ്സിൽ റൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ കയ്യിലിരിക്കേണ്ട പണം 0 മാറുന്നു. ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഒരു 6 മാസം വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബാക്കപ്പ് മണി ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ പ്രതിസന്ധിയിൽ തന്നെ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നത്. ഇതിനോടൊപ്പം ഉടായ്പുകാരനായിട്ടുള്ള ഒരു കെട്ടിട ഉടമ സ്ഥല ഉടമയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കച്ചവടത്തിന്റെ ആ ഒരു നാശം പൂർണ്ണമാവും. നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ എന്നോട് ഒരാൾ പങ്കുവെച്ച ഒരു അനുഭവം, ഒരു കഥ പോലെ ഞാൻ പറയാം. ഇപ്പോൾ പല കഥകൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വീഡിയോയിലെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പങ്കുവെക്കുകയാണ്. വിപണിയിലെ അസ്ഥിരതയും ഇൻഫ്ലേഷനും കാരണം പലരും ഇന്ന് പരമ്പരാഗത നിക്ഷേപങ്ങൾക്കപ്പുറം പുതിയ വഴികൾ തേടുകയാണ്. പലരും ഇക്വിറ്റികളിലോ സ്വർണ്ണത്തിലോ മാത്രം പണം നിക്ഷേപിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫിക്സ്ഡ് റിട്ടേൺ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ കോർപ്പറേറ്റ് ബോണ്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിൻവെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇതൊരു സെബി രജിസ്ട്രേഡ് ബ്രോക്കറാണ്. വെറും 1000 രൂപ മുതൽ നിങ്ങൾക്ക് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും. സാധാരണയായി BBB മുതൽ AA വരെയുള്ള റേറ്റിംഗ് ഉള്ള ബോണ്ടുകളാണ് ഇവർ ലിസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിലൂടെ ഏതാണ്ട് 9 മുതൽ 12% വരെ ഫിക്സഡ് റിട്ടേൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. എനിക്കിതിൽ ഏറ്റവും യുണീക്കായി തോന്നിയ കാര്യം, ഇതിൽ ഏത് ബോണ്ട് ലിസ്റ്റ് ചെയ്താലും അതിൽ 2% തുക വിൻവെൽത്ത് സ്വന്തമായി തന്നെ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അവരുടെ പ്ലാറ്റ്ഫോമിലുള്ള അസറ്റുകളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റീപേയ്മെന്റ് ഷെഡ്യൂളുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാം. കാലാവധിക്ക് മുൻപ് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വഴി വിൽക്കാനായിട്ടുള്ള ഓപ്ഷനും അന്നത്തെ മാർക്കറ്റ് പലിശ നിരക്കുകൾക്ക് വിധേയമായിട്ടാണ് ആ ഒരു വിൽപ്പന നടക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ ചെയ്തിട്ടുള്ള കമന്റിലും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഓർക്കുക, മറ്റേത് നിക്ഷേപത്തെയും പോലെ തന്നെ ബോണ്ടുകളും ഡിഫോൾട്ട് ആകാനായിട്ടുള്ള റിസ്കുകളുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓഫർ രേഖകൾ കൃത്യമായിട്ട് വായിച്ച് പരിശോധിക്കുക. ഗൾഫിലെ ദീർഘകാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യവും നാട്ടിലെ ബാങ്കിൽ നിന്നെടുത്ത് വലിയൊരു തുക ലോണും ചേർത്തിട്ടാണ് 32കാരനായിട്ടുള്ള നമ്മൾ സോണി എന്ന് വിളിക്കുന്ന യുവാവ് തൻ്റെ സ്വപ്ന സംരംഭം തുടങ്ങിയത്. ഭക്ഷണത്തോടുള്ള വലിയ പാഷൻ കൊണ്ടാണ് അവൻ റെസ്റ്റോറൻറ്റ് മേഖല തന്നെ തിരഞ്ഞെടുത്തത്. ടൗൺ അടുത്തുള്ള ഒരു പ്രധാന സ്ഥലത്ത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഏറ്റവും ആധുനികമായിട്ടുള്ള ഇൻറ്റീരിയറും എയർ കണ്ടീഷനിങ്ങും ലക്ഷറി ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഏകദേശം 50 ലക്ഷം രൂപ മുടക്കിയാണ് സോണി ആ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ 2 മാസം നല്ല തിരക്കായിരുന്നു. പക്ഷേ 3ാമത്തെ മാസം മുതൽ സോണിക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ആദ്യത്തെ വില്ലൻ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിലാളികൾ തന്നെയായിരുന്നു. കേരളത്തിലെ റെസ്റ്റോറന്റ് മേഖല പൂർണ്ണമായിട്ടും തൊഴിലാളികളെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മറുനാടൻ തൊഴിലാളികളെയും പ്രാദേശിക ഷെഫുമാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് മെയിൻ ഷെഫ് പറയും, ഞാനൊന്നും വരുന്നില്ല, എനിക്കിന്ന് വയ്യ.
നേരത്തെ ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ പുള്ളി അങ്ങ് നാട്ടിലേക്ക് പോകും. തൊഴിലാളികൾ പെട്ടെന്ന് നിർത്തി പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ പൂർണ്ണമായിട്ട് നിശ്ചലവും, അല്ലെങ്കിൽ ഇവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റുകളെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. കസ്റ്റമർ വന്നിട്ട് രുചി ഇഷ്ടപ്പെടാതെ തിരികെ പോകും. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബ്രാൻഡ് നെയിം തകരും. പിന്നീട് ആരും വരത്തില്ല. അതിനേക്കാൾ വലിയ കെണി റേറ്റ് നിശ്ചയിക്കുന്നതിലാണ്. സോണി 50 ലക്ഷം രൂപ മുടക്കിയിട്ട് വമ്പൻ AC ക്യാബിനുകളും ആഡംബര ഇന്റീരിയറും ഒക്കെ ഒരുക്കി എന്നുണ്ടെങ്കിലും ഭക്ഷണത്തിൻ്റെ വില നാട്ടിലെ സാധാരണ തട്ടുകടകളിലെയും AC ഇല്ലാത്ത സാധാരണ ഹോട്ടലുകളുടെയും നിരക്കുമായിട്ട് ഒത്തുപോകേണ്ടി വന്നു. മലയാളിക്ക് ലക്ഷറി AC റൂമിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണം, പക്ഷേ വില തട്ടുകടയിലെ റേറ്റ് മാത്രം നൽകത്തുള്ളൂ. ഒരു പൊറോട്ടയ്ക്ക് 20 രൂപയും ചിക്കൻ കറിക്ക് 200 രൂപയും AC റെസ്റ്റോറൻറ്റിൽ മിനിമം വാങ്ങേണ്ടി വരുമ്പോൾ സോണിയുടെ AC ബില്ലും ലക്ഷറി ഇന്റീരിയറിൻ്റെ മെയിൻ്റനൻസും വമ്പൻ സ്റ്റാഫ് ശമ്പളവും ഒക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്ന ലാഭം പലപ്പോഴും പൂജ്യമാണ്. ഇവിടെയാണ് സോണിയുടെ ജീവിതം തകർത്ത ഫൈനൽ കെണി വരുന്നത്. 11 മാസത്തെ വാടക കരാർ. കേരളത്തിലെ 99% ലാൻഡ് ലോഡ്സും കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ലാൻഡ് വാടകയ്ക്ക് കൊടുക്കുന്നത് 11 മാസത്തെ രജിസ്റ്റർ ചെയ്യാത്ത കരാറിലാണ്. കാരണം പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. പിന്നീട് ഈ ഒരു വരുമാനമൊക്കെ കൃത്യമായിട്ട് കണക്കിൽ കാണിക്കേണ്ടി വരും. സോണി മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലാണ് 50 ലക്ഷം രൂപ മുടക്കിയിട്ട് വലിയ രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. 11 മാസം കഴിഞ്ഞപ്പോൾ ബിസിനസ് കുറച്ചൊന്ന് പച്ച പിടിച്ച് വന്ന സമയത്ത് കെട്ടിട ഉടമ പറയുകയാണ്, അടുത്ത വർഷം മുതൽ 30% വാടക കൂടുതൽ കിട്ടണം, എനിക്ക് മികച്ചൊരു ഓഫറുണ്ട്, അല്ലെങ്കിൽ ഒഴിഞ്ഞു തരണം. ഒരു മനസാക്ഷി ഇല്ലാതെ അയാൾ അങ്ങനെ പറയുകയാണ്. വേറെ വഴിയില്ലാത്ത സോണിക്ക് കരാർ പുതുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആ 50 ലക്ഷത്തിന് ഇന്റീരിയർ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അടുത്ത 11 മാസം കഴിഞ്ഞപ്പോൾ ഉടമ പറഞ്ഞു, എനിക്ക് കെട്ടിടം സ്വന്തം ആവശ്യത്തിന് വേണം, ഒഴിഞ്ഞു തരണം. 50 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കി ലക്ഷറി സെറ്റിങ്സ് മറ്റൊരാളുടെ അൺരജിസ്റ്റേർഡ് പ്രോപ്പർട്ടിയിൽ വെറും കോൺക്രീറ്റ് വേസ്റ്റ് ആയിട്ട് അങ്ങോട്ട് മാറും. ബാങ്ക് ലോൺ അടയ്ക്കാൻ കഴിയാതെ ഗൾഫ് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ഘട്ടത്തിൽ സോണി വലിയൊരു കടക്കാരനായിട്ട് ആ ഒരു ബിസിനസ് അവസാനിപ്പിച്ചു. സോണിയുടെ കഥയിൽ നമ്മൾ കണ്ട 11 മാസത്തെ വാടക കരാറിൻ്റെ സാമ്പത്തിക ചതിയിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് ഇറങ്ങേണ്ടതുണ്ട്. സംരംഭകർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. മറ്റൊരാളുടെ കെട്ടിടത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ലക്ഷറി ഇന്റീരിയറൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം ആരംഭിക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ വിളിക്കുന്നത് നോൺ റിക്കവറബിൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ഒരു റെസ്റ്റോറൻറ്റിലോ ബ്യൂട്ടിക്കിലോ നിങ്ങൾ ചെയ്യുന്ന ഫോൾ സീലിംഗ്, ആഡംബര ലൈറ്റിംഗ്, ഫ്ലോറിംഗ്, ഗ്ലാസ് ഫിറ്റിംഗ്സ് എന്നിവയൊന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അത് ഊരിയെടുത്താൽ തന്നെ അതിന് മാർക്കറ്റിൽ സ്ക്രാപ്പ് വാല്യൂ പോലും കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങളിത് എവിടെ കൊണ്ടേ വയ്ക്കും? നിങ്ങളത് വെറുതെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വരും. അതായത് നിങ്ങൾ 30 ലക്ഷം രൂപ മുടക്കിയിട്ട് ചെയ്ത ഇന്റീരിയറിൻ്റെ മൂല്യം കരാർ അവസാനിക്കുന്ന നിമിഷം 0 മാറുന്നു, 0 ആയിട്ട് മാറുന്നു. കേരളത്തിലെ നിയമപ്രകാരം 12 മാസത്തിൽ കൂടുതലുള്ള കാലാവധിയുള്ള വാടക കരാറുകൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് വലിയ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസൊക്കെ വരും. ഇത് ഒഴിവാക്കാനും ഒപ്പം എപ്പോൾ വേണമെങ്കിലും വാടകക്കാരനെ ഇറക്കി വിടാനായിട്ടുള്ള ഒരു ലാൻഡ് ലോഡിൻ്റെ ബുദ്ധിയാണ് ഈ 11 മാസത്തെ റിന്യൂവബിൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമാണ്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇടപാടുമാണ്. ഈ സംരംഭകൻ 50 ലക്ഷം രൂപ ലോൺ എടുത്ത് മറ്റൊരാളുടെ അൺരജിസ്റ്റേർഡ് കെട്ടിടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾ വലിയൊരു ലീഗൽ റിസ്ക്കാണ് തലയിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. 11ാമത്തെ മാസം കെട്ടിട ഉടമ വിചാരിച്ചാൽ വാടക അന്യായമായിട്ട് കൂട്ടാം അല്ലെങ്കിൽ ഒഴിപ്പിക്കാം. കോടതിയിൽ പോയാൽ പോലും അൺരജിസ്റ്റേർഡ് കരാറായതുകൊണ്ട് സംരംഭകന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടാനായിട്ട് ചാൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ വർഷങ്ങൾ പുറകെ നടക്കേണ്ടി വരും. അപ്പോഴേക്കും ബാങ്ക് ലോണിൻ്റെ പലിശ കയറിയിട്ട് ആ യുവാവ് തെരുവിലായിട്ടുണ്ടാവും. ബാങ്കുകൾ പലപ്പോഴും ഈ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റിൽ ആ ഒരു സംരംഭമല്ല ഈടായിട്ട് എടുക്കുന്നത്, പലപ്പോഴും കിടപ്പാടമൊക്കെ തന്നെയാണ്. സംരംഭകന്റെ കിടപ്പാടത്തിന്റെ ആധാരമാണ് അവരെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിൽ ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാൻ എത്ര ലൈസൻസുകൾ വേണമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ട്രേഡ് ലൈസൻസ് വേണം, ലോക്കൽ അതോറിറ്റിയുടെ അടുത്ത് നിന്ന് വാങ്ങണം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവരുടെ കാല് പിടിക്കണം. പിന്നെ ഫുഡ് സേഫ്റ്റി ആണ്, ഇപ്പോൾ ഫുഡിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റ് വേണം, ഫയർ ആൻഡ് റെസ്ക്യൂ NOC വേണം, ഹെൽത്ത് വിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ നീളുന്ന ഒരു പട്ടിക തന്നെയുണ്ട്. ഇവിടെയാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റ് പറയുന്ന കെയർ സ്വിഫ്റ്റ് പോർട്ടൽ വഴി അപേക്ഷിച്ചാൽ ഉടനെ ലൈസൻസ് കിട്ടുമെന്നത് ശരിയാണ്, പക്ഷെ ഇത് താൽക്കാലികം മാത്രമാണ്. യഥാർത്ഥ ഇൻസ്പെക്ഷനായി ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിലെത്തുമ്പോൾ കഥ അങ്ങോട്ട് മാറും. ഇപ്പോൾ കെട്ടിടത്തിന്റെ പ്ലാനൊക്കെ പലപ്പോഴും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ബിൽഡിംഗ് ഓണർ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയ ഒറിജിനൽ പ്ലാനും നിലവിലെ കെട്ടിടത്തിന്റെ ഘടനയും തമ്മിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിന്റെ പിഴ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ ബിസിനസ് നടത്തുന്ന സംരംഭകനാണ്. ഈ പേപ്പർ എഴുതി നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കെട്ടിട ഉടമ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല പല സാഹചര്യങ്ങളിലും. ഇനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കടുത്ത നിയമങ്ങളുണ്ട്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോലും ലക്ഷങ്ങൾ വില വരുന്ന അഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണമെന്ന് അവർ നിർബന്ധം പിടിക്കും. എന്നാൽ വൻകിട ഫ്ളാറ്റുകളൊക്കെ പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന സമയത്ത് ഇവർ കണ്ണടക്കുകയും ചെയ്യും. അടുത്ത വലിയൊരു കീറാമുട്ടിയാണ് പാർക്കിംഗ് നോംസ്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ന്യായമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ പല അവസരങ്ങളിലും നിങ്ങളുടെ കടയുടെ മുൻപിൽ കസ്റ്റമർ വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ലോക്കൽ ട്രാഫിക് പോലീസോ മുനിസിപ്പാലിറ്റിയോ വന്നിട്ട് വമ്പൻ പിഴ അങ്ങോട്ട് അടിക്കും. എന്നാൽ ആ ടൗണിൽ കൃത്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യമൊക്കെ അവരങ്ങോട്ട് മറന്നുപോകും. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും ബിസിനസ് നടത്താൻ പറ്റും, പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല. നല്ല ലാഭമുള്ളവർക്ക് പറ്റത്തുള്ളൂ. ഓരോ മാസവും പ്രാദേശിക ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും വലിയൊരു തുക മാമൂലായിട്ട് പല സംരംഭകരും നൽകാനായിട്ട് നിർബന്ധിതരാകുന്നുണ്ട്. അത് ചില മേഖലകളിലൊക്കെ കൃത്യമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഇത് പല സംരംഭകരുടെ മാസ ചെലവുകളെ വമ്പൻ രീതിയിൽ വർദ്ധിപ്പിക്കും. കേരളത്തിലെ ബിസിനസ്സുകളിലെ പ്രത്യേകിച്ച് സർവീസ്, റെസ്റ്റോറൻറ്റ് മേഖലകളിലെ ഏറ്റവും വലിയ ഘടനാപരമായിട്ടുള്ള തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലേബർ ഡിപ്പെൻഡൻസി തന്നെയാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് പ്രാദേശിക തൊഴിലാളികളുടെ അഹങ്കാരം. കേരളത്തിലെ പ്രാദേശിക തൊഴിലാളികൾക്ക് കടുത്ത യൂണിയൻ ബോധമുണ്ട്, പക്ഷേ ഉത്തരവാദിത്വ ബോധം തീരെയില്ല. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ മെയിൻ ഷെഫ് ഒരു ദിവസം രാവിലെ വിചാരിച്ചാൽ ബിസിനസ് പൂർണ്ണമായിട്ടും പൂട്ടിക്കെട്ടിക്കാൻ പറ്റും. അയാൾ ചോദിക്കുന്ന ശമ്പളം കൂട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് വെറുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പലപ്പോഴും ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളി കാരണം പല ഓണർമാരും കുത്തുവാള എടുക്കാറുണ്ട്. ഇനി അടുത്തത് മറുനാടൻ തൊഴിലാളികളുടെ ഒരു അസ്ഥിരതയാണ്. പ്രാദേശിക തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ ഇന്ന് ആശ്രയിക്കുന്നത് അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളെയാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യാതൊരുവിധ മുൻകരുതലും അറിയിപ്പും ഇല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് നാട്ടിലേക്ക് അങ്ങോട്ട് പോയി കളയും. അല്ലെങ്കിൽ തൊട്ടടുത്ത കടക്കാരൻ 500 രൂപ കൂടുതൽ ശമ്പളം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി പെട്ടിയെടുത്ത് അങ്ങടേക്ക് മാറും. ഇത്തരം സാഹചര്യങ്ങളിൽ പല ബിസിനസ്സുകളിലും ഒരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു ദിവസം ബിരിയാണിക്ക് ഒരു രുചിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു രുചിയായിരിക്കും. ഇത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിശ്വസ്തതയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. തൊഴിലാളികളുടെ ഈ മൂഡ് സ്വിങ്സിനെ അനുസരിച്ചിട്ട് ജീവിക്കേണ്ടി വരുന്നതുകൊണ്ട്, ബിസിനസ് നടത്തേണ്ടി വരുന്നതുകൊണ്ട് കേരളത്തിലെ 80% സംരംഭകരും മാനസികമായി തളർന്ന് ബിസിനസ് നിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഗൗരവമേറിയ സാമ്പത്തിക വശത്തിലേക്ക് വരാം. മലയാളികളുടെ ഫിനാൻഷ്യൽ ഇല്ലിറ്ററസി അഥവാ സാമ്പത്തിക അജ്ഞത. പല ആളുകളും വിചാരിക്കുന്നത് കയ്യിൽ കുറച്ച് പണമുണ്ട് അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരുന്നുണ്ട്, അതുകൊണ്ട് റെസ്റ്റോറൻറ്റോ സൂപ്പർ മാർക്കറ്റോ അങ്ങോട്ട് തുടങ്ങിയേക്കാം, നല്ല ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അവർ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണക്ക് കൂട്ടാറില്ല. നമുക്കൊരു റിയലിസ്റ്റിക് കണക്ക് നോക്കാം. നിങ്ങളൊരു ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു AC റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങളൊരു ലക്ഷറി സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തു. എന്നാൽ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വിപണിയിൽ ഭക്ഷണ വില ഒരു പരിധിക്കപ്പുറം കൂട്ടാനായിട്ട് കഴിയത്തില്ല. കാരണം മലയാളിക്ക് AC ക്യാബിനിലിരുന്ന് ഭക്ഷണവും കഴിക്കണം, പക്ഷെ വില സാധാരണ തട്ടുകടയിലെ നിരക്ക് മാത്രമേ കൊടുക്കാനും പറ്റത്തുള്ളൂ. ശരാശരി മാസ വരുമാനം ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് എന്നങ്ങോട്ട് കരുതുക. ഒരു ആവറേജ് റെസ്റ്റോറൻറ്റിലൊക്കെ ഡെയിലി 10-20,000 രൂപയുടെ കച്ചവടമൊക്കെ ആണല്ലോ കിട്ടാറുള്ളത്. നമ്മുടെ നാട്ടിലെ നാട്ടുമ്പുറങ്ങളിലെ ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റ്, ഇവിടേക്ക് ഇപ്പോൾ എല്ലാം AC ആണല്ലോ. ഇവിടെ ഫുഡ് കോസ്റ്റ് ഒരു 2 ലക്ഷം രൂപ എന്നങ്ങോട്ട് വിചാരിക്കുക. കെട്ടിട വാടക എന്ന് പറയുന്ന 50,000 രൂപ, സ്റ്റാഫിന്റെ ശമ്പളം ഒരു 6-7 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ, കറണ്ട് ബില്ല് AC ഇൻക്ലൂഡഡ് റേറ്റ് വരുമ്പോൾ ഏകദേശം 30,000 രൂപയോളം വരും. വെള്ളത്തിന്റെ ചാർജ് ഉണ്ട്, 25,000-ലധികമൊക്കെ പലയിടത്തും വെള്ളത്തിന് വേണ്ടി മുടക്കേണ്ടി വരാറുണ്ട്. ഗ്യാസ്, വേസ്റ്റ് മാനേജ്മെന്റ്, മറ്റുള്ള മാമൂലുകളെല്ലാം കൂടെ ഒരു 25,000 കൂടെ ആവും. എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കി ആകെ ചിലവ് ഇപ്പോൾ തന്നെ 5 ലക്ഷത്തിന് അടുത്ത് വന്നിട്ടുണ്ട്. ബാക്കി ഒരു സംരംഭകന് പലപ്പോഴും തുച്ഛമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ലോണൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പല ചാത്തസേവങ്ങൾ നടത്തേണ്ടി വരും. വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 50 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, ദിവസവും 18 മണിക്കൂർ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾ, ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളികളുടെയും ചീത്ത കേൾക്കുന്ന ഒരാൾ മാസം അവസാനം ഒരു 20,000 രൂപയൊക്കെയാണ് പലപ്പോഴും ഏൺ ചെയ്യുന്നത്. ഇതേ 50 ലക്ഷം രൂപ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊരുവിധ റിസ്കോ അധ്വാനമോ ഇല്ലാതെ മാസം തോറും 35,000 മുതൽ 40,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് പലിശയോ ഡിവിഡൻഡോ ആയിട്ട് വീട്ടിലിരുന്ന് സമ്പാദിക്കായിരുന്നു. ഇവിടെയാണ് പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് റിട്ടേൺ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുന്ന ഒരു അപകടം നമ്മൾ കാണുന്നത്. ഈ യുക്തി ചിന്തിക്കാതാണ് പല ആളുകളും ഗൾഫിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന സമ്പാദ്യം മുഴുവൻ, റിട്ടയർ ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് തുലച്ച് കളയുന്നത്. ഇനി ഈ ഒരു അനാലിസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് വരാം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട നിരക്കുള്ള, ജനങ്ങളുടെ പണം പൂർണ്ണമായിട്ടും വറ്റിച്ച് കളയുന്ന 5-6 ബിസിനസ് മേഖലകളെ കുറിച്ചിട്ട് ഞാൻ അതിന് ഘടനാപരമായിട്ടുള്ള പരാജയ കാരണങ്ങൾ അടക്കമെന്ന് പറയാം. ഈ പറയുന്ന ബിസിനസ്സുകൾ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കണേ, വലിയ റിസ്ക് ആണ്. ഒന്നാമത്തേത് പ്രീമിയം കഫേകളും ലക്ഷറി റെസ്റ്റോറൻറ്റുകളും. പരാജയ നിരക്ക് 85% മുതൽ 90% വരെയാണ്. പ്രധാനമായും ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും എന്നാൽ ലോ ബിൽ വാല്യൂമാണ്. അത് തമ്മിലുള്ള ഒരു അന്തരമാണ് പ്രധാന പ്രശ്നം. മലയാളിക്ക് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കഫേകളൊക്കെ വേണ്ടത്. അവരൊരു കാപ്പിയും വാങ്ങി മണിക്കൂറുകളോളം അവിടെ ഇരിക്കും, പക്ഷേ ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. വമ്പൻ AC ബില്ലും ഉയർന്ന വാടകയും കാരണം ഇവ 18 മാസത്തിനുള്ളിൽ പലതും പൂട്ടിപ്പോകാറുണ്ട്. ഇനി കൺവെൻഷണൽ സൂപ്പർ മാർക്കറ്റുകളാണ്, റിട്ടെയിൽ സൂപ്പർ മാർക്കറ്റ്സ്. പരാജയ നിരക്ക് 75%-ലധികമാണ്.
വൻകിട റീറ്റെയിൽ ഭീമന്മാരും ഓൺലൈൻ ഇൻസ്റ്റന്റ് ഡെലിവറി ആപ്പുകളും ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും സജീവമാണ്. ഇവരോട് വിലക്കുറവിലോ ഡെലിവറി സ്പീഡിലോ മത്സരിക്കാനായിട്ട് സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അതുമാത്രമല്ല, എക്സ്പയറി ഡേറ്റ് കഴിയാറാവുമ്പോഴത്തേക്ക് സാധനങ്ങൾ വിറ്റ് തീർക്കാനായിട്ടോ ഓഫറിട്ട് വിറ്റ് തീർക്കാനായിട്ടൊന്നും ഈ സാധാരണക്കാർക്ക് പറ്റത്തില്ല. ഇനി മൂന്നാമത്തേത് മൾട്ടി ബ്രാൻഡ് അപ്പാരൽ ബുട്ടീക്ക് ഫാഷൻ ബുട്ടീക്സ് ആണ്. പരാജയ നിരക്ക് 80% ഉണ്ട്. വസ്ത്ര വ്യാപാര മേഖല ഇന്ന് ഏറെക്കുറെയൊക്കെ ഓൺലൈനിലേക്കും ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിലേക്കും വമ്പൻ ഇ-കൊമേഴ്സ് സൈറ്റുകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി തുണികൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാഷൻ മാറുമ്പോൾ അതെല്ലാം ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. പിന്നീട് അതൊക്കെ പകുതി വിലയ്ക്ക് ഡിസ്കൗണ്ടിൽ സെയിൽ നടത്തിയിട്ട് നമുക്ക് രക്ഷപ്പെട്ട് ഓടേണ്ടി വരും. കല്യാൺ, ഷീമാട്ടി അതേപോലെയുള്ള വമ്പൻ പ്ലേയേഴ്സൊക്കെ അവർ സ്ഥിരമായിട്ട് പോകും. അതൊരു ഡിഫറൻറ്റ് പരിപാടിയാണ്. ആ രീതിയിലേക്ക് നമുക്ക് മത്സരിക്കാനായിട്ട് ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും വലിയ റിസ്ക് ആണ്. ഇനി നാലാമത്തേത് ഫ്രാഞ്ചൈസി ബിസിനസിന്റെ കണികളാണ്. തമിഴ്നാട്ടിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് അതിന്റെ ഫ്രാഞ്ചൈസ് തരാമെന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ 10 മുതൽ 20 ലക്ഷം രൂപ വരെ ഫ്രാഞ്ചൈസി ഫീസായിട്ട് അവർ വാങ്ങിയിട്ട് അങ്ങ് പോകും. റോയൽറ്റി അവർക്ക് കൊടുക്കണം. പക്ഷെ അവർ വ്യക്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യത്തില്ല, ക്വാളിറ്റി കൺട്രോൾ നോക്കത്തില്ല, അവസാനം ബ്രാൻഡ് നെയിം തന്നെ കാണത്തില്ല. ഈ ഫ്രാഞ്ചൈസികളൊക്കെ എടുത്തിട്ടുള്ള ആളുകളുടെ കാശും പിന്നെ കേസും കൂട്ടമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാലും കിട്ടത്തൊന്നുമില്ല. അവർ എത്രയോ ആളുകളെ പറ്റിച്ചിരിക്കുന്നു. ഇനി അഞ്ചാമത്തേത് കൊമേഴ്ഷ്യൽ പൗൾട്രി ആൻഡ് അഗ്രി സ്റ്റാർട്ടപ്പുകളാണ്. കൃഷിയെ സ്നേഹിക്കുന്ന മലയാളിക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അമളിയാണിത്. ഹൈടെക് ഫാമിങ്, കോഴി വളർത്തൽ, അക്വാപോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കി വൻ സജ്ജീകരണങ്ങൾ ചെയ്യും. പക്ഷേ കേരളത്തിലെ കടുത്ത കാലാവസ്ഥ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ എത്തുന്ന വമ്പൻ ലോബികളുടെ വില യുദ്ധവും ഒക്കെ കാരണം ഇവിടുത്തെ ഉൽപ്പാദന ചെലവ് വളരെ കൂടും. കൃഷി വലിയ നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഫണ്ട് പോലെയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് മൊത്തം കോഴികളെയും മൊത്തം പന്നികളെയും മൊത്തം ജീവികളെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത്. ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പാഷനായിട്ടൊന്നും ഇന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റത്തില്ല. അതൊരു വികാരപരമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കൃത്യമായിട്ട് കണക്കുകളും യുക്തിയും വെച്ചിട്ട് മാത്രം കളിക്കേണ്ട ഒരു കളിയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കേരളത്തിന് ഇന്നത്തെ സാമ്പത്തിക ഘടനയിൽ മറ്റൊരു വ്യക്തിയുടെ അൺരജിസ്റ്റേർഡ് കെട്ടിടത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പണം നിക്ഷേപിച്ചിട്ട് കോൺക്രീറ്റും ഇന്റീരിയറും ഒക്കെ പണിയുന്നത് അത്യന്തം അപകടകരമാണ്. ഈ പറയുന്ന വ്യക്തി ആ പ്രോപ്പർട്ടി വല്ലയിടത്തും പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും കണ്ടുപിടിക്കാനായിട്ടുള്ള നിയമ വഴിയിൽ കൂടെയല്ല പല ആളുകളും ഇത് ലീസിനെടുക്കുന്നത്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ അസറ്റ് ലൈറ്റ് മോഡലുകൾ തിരഞ്ഞെടുക്കുക. വലിയ വാടക കെട്ടിടങ്ങൾ ഒഴിവാക്കി ഓൺലൈൻ സാധ്യതകൾ കൂടുതലായി ഉപയോഗിക്കുക. ലേബർ ഡിപ്പെൻഡൻസി പരമാവധി കുറച്ച് ടെക്നോളജിയും ഓട്ടോമേഷനും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചിട്ട് ബിസിനസ് തുടങ്ങുക. ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ചിട്ടും വാടക കരാറിലെ ചതികളെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ലീഗൽ അഡ്വൈസ് ഇടുക. യഥാർത്ഥ വിപണി നിങ്ങളുടെ സ്വപ്നങ്ങളെയല്ല, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കണക്കുകളെയാണ് മാനിക്കുന്നത്. അന്ധമായിട്ടുള്ള ആവേശത്തോടെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും കെട്ടിട ഉടമകൾക്കും നിങ്ങളുടെ പണം വെറുതെ ദാനം ചെയ്യാതിരിക്കുക. അറിവോടെ നിക്ഷേപിക്കുക, ബുദ്ധിയോടെ ജീവിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലും ഇതുപോലുള്ള റിസ്കുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും മികച്ച ഫിക്സഡ് റിട്ടേൺസ് നൽകുന്ന അസറ്റുകൾ കണ്ടെത്താനായിട്ടും കോർപ്പറേറ്റ് ബോണ്ടുകളെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക. വിൻവെൽത്ത് എന്ന സെബി രജിസ്ട്രേഡ് ബ്രോക്കർ വഴി നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്. നിക്ഷേപങ്ങൾ, വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ്, ഓഫേഴ്സ് എല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചെത്തിക്കുക. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.